ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 21ാമത്തെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. 20ാമത്തെ വീഡിയോയും ഇന്ന് തന്നെ ഇട്ടിരുന്നു. അത് കാണാത്തവർ അത് കാണുക. ഇന്ന് ഇടുന്ന 2ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തുടക്കത്തിൽ എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തുടക്കത്തിൽ എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 389 അംഗങ്ങളായിരുന്നു. ഓക്കെ, 389 അംഗങ്ങളായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, ലാറ്റിനിൽ നാം കൽപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏത് എന്നാണ് ചോദിച്ചത്. ലാറ്റിനിൽ നാം കൽപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ മാൻഡമസ് ആണ്. ഓക്കെ, മാൻഡമസ് ആണ് നാം കൽപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന റിട്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഈ ഒരു SCRT ഭാഗം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ക്ലാസ്സുകൾ എടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ. BR അംബേദ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതും BR അംബേദ്കർ ആണ്. ഓക്കെ, ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ തയ്യാറാക്കിയത് ആര് എന്നാണ് ചോദിച്ചത്. ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഇതെല്ലാം നിങ്ങൾ താഴെ കൊടുത്ത ലിങ്കിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എല്ലാം ഓർമ്മയിൽ നിൽക്കുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയിൽ ആദ്യം ഒപ്പുവെച്ചത് ആര്? ഭരണഘടനയിൽ ആദ്യം ഒപ്പുവെച്ചത് ആര് എന്നാണ് ചോദിച്ചത്. രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനയിൽ ആദ്യം ഒപ്പുവെച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഓക്കെ, സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ താൽക്കാലിക അധ്യക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചത്. ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴായിരുന്നു എന്നാണ് ചോദിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്ന ഡേറ്റ് ആണ് ചോദിച്ചത്. 1946 ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം എവിടെ വെച്ചാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡൽഹിയിൽ വെച്ചാണ്. ഓക്കെ, ഡൽഹിയിൽ വെച്ചാണ് ആദ്യ സമ്മേളനം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ രൂപീകരണത്തിനായി എടുത്ത സമയം. ഭരണഘടനാ രൂപീകരണത്തിനായിട്ട് എടുത്ത സമയമാണ് ചോദിച്ചത്. 2 വർഷം 11 മാസം 18 ദിവസം. 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് ഭരണഘടനാ രൂപീകരണത്തിനായിട്ട് എടുത്ത സമയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യക്കു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാന നിയമം. ഇന്ത്യക്കു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാന നിയമമാണ് ചോദിച്ചത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ് ഇന്ത്യക്കു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാന നിയമം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതിയാണ് ചോദിച്ചത്. ആൻസർ 1949 നവംബർ 26. ഓക്കെ, 1949 നവംബർ 26 ആണ് ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി. 1949 നവംബർ 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ തീയതി.
ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26 ഈ തീയതിയാണ് എന്തിൽ കൊടുത്തത്? പ്രിയാമ്പിളിൽ അഥവാ ആമുഖത്തിൽ കൊടുത്തത്. ഓക്കെ, 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നത് എപ്പോഴാണ്? നവംബർ 26. ഓക്കെ, നവംബർ 26 ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ അതേ ഡേറ്റ് ആണ്. ഏത്? 1949 നവംബർ 26 അതുകൊണ്ട് തന്നെ നവംബർ 26 ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടന നിലവിൽ വന്ന വർഷം. ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ചോദിച്ചത്. 1950 ജാനുവരി 26 ഓക്കെ, 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 എന്നാൽ ഭരണഘടന നിലവിൽ വന്നത് 1950 ജാനുവരി 26. ഓക്കെ, ഡേറ്റ് മാറിപ്പോരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലും എന്നറിയപ്പെടുന്നത് എന്താണ്? ആമുഖമാണ്. ഓക്കെ, ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലും എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? SCRT ബുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം. അപ്പൊ നിങ്ങളെല്ലാം വെബ്സൈറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് ബാക്കി ക്ലാസ് കൊണ്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്